നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണമെന്ന കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ 24-നോട് അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതുവരെ ശിക്ഷ വിധിച്ചിട്ടില്ല. അച്ഛനും അച്ചമ്മയും നഷ്ടമായ തങ്ങൾക്ക് നീതി വേണമെന്നും സുധാകരന്റെ മക്കൾ 24-നോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അയാളെ തൂക്കിക്കൊല്ലാൻ നോക്കുക, പെട്ടെന്ന് തന്നെ എല്ലാത്തിൻ്റെയും വിധി വരും. ഇനിയും അമ്മൻ്റെ വിധി ഇനിയും വന്നിട്ടില്ല. ഇത് നീണ്ടുപോകാതെ പെട്ടെന്ന് തന്നെ ഇതിനെ അയാളെ തൂക്കി തന്നെ കൊല്ലുക. അത്രയും നീട്ടി കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു സമാധാനത്തോടെ ഇരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി തരിക. കോടതിയിൽ നിന്ന് അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വിശ്വാസമുള്ളത് കോടതി മാത്രമേ ഉള്ളൂ. അപ്പോൾ നീട്ടി കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്നൊരു വിധി ഞങ്ങൾക്ക് കാണിച്ചു തരണം. സ്പെഷ്യൽ കോടതി തന്നെ ഇതിന് വേണം. അമ്മൻ്റെ വിധി 5 കൊല്ലം കഴിഞ്ഞു, എന്നിട്ട് വന്നിട്ടില്ല. എന്നിട്ട് അപ്പോഴേക്കും അച്ഛൻ തന്നെ പോയില്ല. ഇനി ഇതിൻ്റെ കാര്യം വേണമെങ്കിൽ വേറെ ആയിരുന്നെങ്കിൽ അയാൾ കൊല്ലും. പെട്ടെന്നൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ അത്രയോ ഇതാ. അയാൾ പല കള്ളവും പറയും, പല ബുദ്ധിപരമായിട്ടാണ് അയാളുടെ നീക്കുക. അതൊന്നും ആ കോടതി ആരും വിശ്വസിക്കരുത്. തൂക്ക് കയറ് കൊടുക്കുക. അയാൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് പുലർത്തിയിട്ടും കാര്യമില്ല. ഇനിയും കൊല്ലും തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വെറും തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. വിപിൻ സി വിജയനോട് ഇപ്പോൾ വിവരങ്ങളുമായി. വിപിൻ, മക്കൾ ഇക്കാര്യത്തിൽ വധശിക്ഷ വേണമെന്നാവശ്യപ്പെടുന്നുണ്ട്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്നാവശ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് അവർ പറയുന്നത്, വിപിൻ? ഉന്മേഷ്, ചെന്താമര ഇപ്പോഴുള്ളത് ആലത്തൂർ ജയിലിനുള്ളിലാണ്. എന്നിട്ട് പോലും ഈ കുട്ടികളുടെ ഒരു പേടി മാറുന്നില്ല. അപ്പോൾ എത്രത്തോളം ഒരു ആഘാതം ഈ ഒരു ഭീഷണിയിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കേസിൽ ഏറ്റവും കൂടുതൽ എത്രയും വേഗം ഇതിൽ ഒരു നടപടി ഉണ്ടാകണം, അതിൻ്റെ ശിക്ഷാവിധി ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ അഖിലയും അതുല്യയും ആവശ്യപ്പെടുന്നത്. കാരണം അമ്മയായിട്ടുള്ള സജിത 2019 മരിക്കുന്നത്. ഇത്രയും 5 വർഷമായി ഇപ്പോഴും വിചാരണ പോലും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. വിചാരണ അടുത്ത മാസം തുടങ്ങാനിരിക്കെയാണ് ഇപ്പോൾ അച്ചമ്മയും അച്ഛനും തങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അന്ന്, അതായത് ഈ സജിത മരിക്കുന്ന സമയത്ത് അത് ജീവപര്യന്തം ഉണ്ടാകും എന്നൊക്കെ പോലീസിൽ നിന്നും മറ്റ് സംവിധാനങ്ങളിൽ നിന്നൊക്കെ ഉറപ്പ് ലഭിച്ചതാണ്. ഒരു വലിയ ശിക്ഷ തന്നെ ഇയാൾക്കുണ്ടാകും, ചെന്താമര ഒരു കൊടിയ ശിക്ഷയ്ക്ക് തന്നെ അനുഭവിക്കുമെന്നുള്ളതൊക്കെ അന്ന് വാക്ക് കൊടുത്തതായിരുന്നു. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? ജാമ്യം ലഭിച്ചു, പുറത്തിറങ്ങി ഇപ്പോൾ 2 പേരെ കൂടി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ ഈ കേസിൽ കൂടി ആവർത്തിക്കരുത് എന്നുള്ളതാണ് ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണം എന്നുള്ള ആവശ്യമാണ് അവർ ഇപ്പോൾ 24-ലൂടെ പറഞ്ഞിരിക്കുന്നത്. അവർക്കൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ കേസിന്റെ ഒരു സ്വഭാവം പരിഗണിച്ചുകൊണ്ട് കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെടുത്തി ഞങ്ങളെ ഒറ്റപ്പെടുത്തി ഇവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണം. ഒപ്പം തന്നെ ഇതിന്റെ വിചാരണ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടി ഒരു പ്രത്യേക കോടതി, വിചാരണ കോടതിയിൽ തന്നെ ഈ കേസ് അപ്പീൽ ചെയ്യണം എന്നുള്ള ആവശ്യം കൂടിയാണ് കുട്ടികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുഭാവപൂർവമായ ഒരു ഇതുണ്ടാവണം. കാരണം കോടതിയിൽ നിന്ന് മാത്രമാണ് തങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതുമാണ് ഈ 2 കുട്ടികളും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്.